ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചൂണ്ടിടാനാണ്. അപ്പോൾ നമുക്ക് ചൂണ്ടിടാൻ പോകാം. അപ്പോൾ നമ്മൾ ഈ കുളത്തിലാണ് ചൂണ്ടിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇട്ടോക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളെ കാണാനായിട്ട് സാധ്യത എന്ന് വെച്ചാൽ അധികം മീനുകളൊന്നും കാണാൻ, അല്ലെങ്കിൽ ഇവിടെ വലിയ ബ്രാലൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താണ് കൊത്തുണ്ട് ഗൈസ്, കുഞ്ഞു മീനാണ്ടോ, ഏതാണ്ട് കുഞ്ഞു മീൻ. നമ്മൾ വലിച്ചു നോക്കിയ ശേഷം അത് കൊത്തില്ല. കുറേ നേരം ഗൈസ്, പക്ഷേ കുറേ നേരം ചൂണ്ടി നമുക്ക് മടുത്തു ഗൈസ്, ശരിക്കും മടുത്തു ഗൈസ്, ശരിക്കും മടുത്തു. കൊത്തൊക്കെ ഇട്ടുണ്ട്, പക്ഷെ ഒന്ന് എന്തിനാ വറുത്തിട്ട് വേണം. ഇതാണ് പരിപാടി, കൊത്തും പക്ഷെ കഴിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അത് നമ്മൾ ഇവിടുത്തെ സ്പോട്ട് മാറ്റാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കൊത്ത് കണ്ടോ, ഇത്ര നല്ല കൊത്തുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഗൈസ് ഏതാണ്ട് വേറെ മീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ നേരെ ഉണ്ട്, ഇപ്പുറത്ത് നോക്കിയറിയാം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു തോടാണ് ഇത്. നമുക്ക് ഇതിലിട്ട് നോക്കാം. പക്ഷെ ഇതിലതൊരു മീനെ കാണുന്ന രക്ഷണില്ല കേട്ടോ, ഒരു കൊത്ത്. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് ഒരു തേങ്ങ കിട്ടില്ല, ഒരു മീനെ പൊടിക്കൊരു തുപ്പലാവ് വെച്ച് ഒരു കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കാം, എന്തെങ്കിലും കിട്ടാനെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ ഗായ്സിനെ നമുക്ക് കുറച്ച് ഇവിടെ ഇരിക്കാം. ഇവിടെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ കണക്ക് പുല്ലുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൈഡിലൊക്കെ മീൻ ഒളിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഹലോ ഗായ്സ്, കുറേ നേരം ഇപ്പോൾ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഒരു മീനെ പോയിട്ടൊരു പൊടിക്കുഞ്ഞിന് പോലും കിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. കുഞ്ഞാമ കണ്ടോ, അയ്യോടോ കുഞ്ഞു കുട്ടിയാവാട്ടോ, നമുക്ക് കിട്ടും. ചെളിന്ന് വന്നാ തോന്നണം ആകെ. കണ്ടോ കുഞ്ഞാമ, കുഞ്ഞെന്ന് വെച്ചാൽ വളരെ പൊടിക്കുഞ്ഞാമ. ഇതിന് മേത്തൊക്കെ നിറച്ച് ചെളി അതേ കണ്ടോ. കാലിട്ടടിക്കാണ് നമുക്കിത് കഴുകാട്ടോ, എന്താ വെച്ചാൽ മേത്തൊക്കെ നിറച്ച് ചെളിയാണ്. അവിടെ ചൂണ്ട എടുക്കുന്നത് കോവലൊക്കെ വാങ്ങി ഒരു പേടി തോന്നിയെന്ന് തോന്നുന്നു. ഇത് കാലിട്ടടിക്കുമ്പോൾ വേറെ എന്തൊക്കെ പുറത്ത് തോന്നുന്നു. നമ്മൾ കഴുകാണ്, ലാസ്റ്റത്തെ കഴുകാണ്. നമ്മുടെ അമ്മയുടെ ലാസ്റ്റ് ഫൈനലാവും. നമുക്ക് അമ്മ വീട്ടിൽ പോവാട്ടോ. ഹലോ ഗായ്സ്, അമ്മ റിവേഴ്സ് മൂഡ് എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ അമ്മ തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. ഹലോ ഓടാണ്, നമ്മൾ അങ്ങോട്ട് വെച്ചതാണ്, പക്ഷെ ഓടി ഇങ്ങോട്ടാ വരുന്നത് കേട്ടോ. കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിർത്തിയിട്ടോ, നേരത്തെ നീന്തൽ പഠിച്ചിരുന്നു വരെയായിരുന്നു ഞങ്ങൾക്ക്. എത്തിയേക്കാം ഗൈസ് കേട്ടോ. ഇതാണ് നമ്മുടെ ആമക്കുട്ടൻ. കൂടായി അവയ്ക്ക് ഓരോ മൂടാണ്, ബാക്ക് മൂട്, സ്റ്റെപ്പ് മൂട്, പലങ്ങളെ അവളത്ത് അവിടെ അങ്ങനെ ഇതായിട്ട് അവൾ കൺക്ലൂസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയറ്റിൽ എന്തായാലും നിലവിളിച്ചതൊക്കെ സൈഡ് മൂടാണ് എടുത്തത്. വണ്ടി ഓടിക്കാൻ വണ്ടി എടുത്താ ആമ ചാവാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അമ്മേനെ കിട്ടിയപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയത് ബെഞ്ചുണ്ടായിരുന്നു പഴയത്, അത് തല്ലി പൊട്ടിച്ച് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നോക്കാം ഗായ്സ്, നമുക്ക് അമ്മനെ കിട്ടിയാലും വീട്ടുകാരാണെന്ന് പറഞ്ഞില്ല, നമുക്ക് അനിയത്തിന് ജസ്റ്റ് സർപ്രൈസ് ചെയ്ത് നോക്കാം. നേരെ അടച്ചൊരു വീഡിയോ ഇടാൻ പോയി തന്നെ പോയി സർപ്രൈസ്. കൈ കാട്ട്, രണ്ട് കൈ കാണിക്കണോ? കണ്ണടക്കി കണ്ണടച്ചില്ല, കടച്ചോട്ടാ, രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിക്കും. മിഠായി മിഠായി അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇതിനാൾക്ക് പാടത്താണ് ഇറങ്ങിപ്പോ ചൂണ്ടിടാൻ പോയതാണ്. പക്ഷെ ചൂണ്ടിടാൻ പോയപ്പോ ആമനാണ് നമുക്ക് കിട്ടിയത്. ആമയെ കുഞ്ഞ്
കുഞ്ഞാമ പിടിച്ചോക്കി അപ്പൊ കാഴ്ച നമുക്ക് മാമേനെ കൊണ്ട് തിരിച്ചു വിടാട്ടോ. പാവല കുഞ്ഞാമേനെ നമുക്ക് വലുതാകുമ്പോ അവള് തട്ടൊന്നുമില്ല, അവന് വെറുതെ പറഞ്ഞോ. നമ്മള് കുഞ്ഞു മൃഗജീവികളൊന്നും കൊല്ലാറില്ല, ഞങ്ങളുടെ അങ്ങനത്തെ കോഴികളൊന്നും നമ്മൾ ഒട്ടും കൊല്ലാറില്ല. പാവല്ല കൊല്ലം തിന്നും, പക്ഷെ നമ്മൾ അങ്ങനെ കൊല്ലില്ല. പാവങ്ങൾ ജീവികളാണ്. ഊമകളായ ജീവികളെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. നോക്കി ഷേക്കാൻ്റെ അതുകൊണ്ടാണ് കഴിച്ചേക്കാനൊക്കെ. അന്നെ തൊട്ട് ഞാൻ കൈയെടുത്ത് നോക്കിയാൽ കാണാം, നോക്കിയാൽ കാണാം. നല്ല കുത്തനെ ഇറക്കാണ്. നമുക്ക് ഇവിടെ ആവിനൊന്ന് വെച്ച് നോക്കാം, അവൻ എന്താണ് റിയാക്ഷൻ എന്നറിയാം. കുറച്ചേരം നെയ്യിക്കോട്ടെ, ആ മനങ്ങണം. ചിലപ്പോൾ റിവേഴ്സ് മൂടുള്ളത് നല്ലതായിട്ട് വീസാണ്. സാമ ജസ്റ്റ് ഒന്ന് തല പുറത്തിട്ടു, പുറത്തിട്ടുണ്ട്. എന്തോ നേരം കഴിഞ്ഞിട്ട് പുറത്തിരുന്ന് കുറേ നേരമായിട്ട് പോയി സാമിന് തല പുറത്തിയാൻ കിട്ടിയത്. എനിക്ക് മനസ്സിലായി, ശരിയല്ല. സാമ സീനായി തുടങ്ങി. തല പുറത്തിട്ടുണ്ട്. ഇനിയൊരു ഓട്ടമായിരിക്കും മേടവൊക്കെ. ഫുള്ള് തല പുറത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കാല് മാത്രം ഉള്ളിൽ പോകണം. നമുക്കൊന്ന് നീങ്ങി കുറച്ചുകൂടി നിൽക്കാട്ടോ. ശരി, ആമ കളി തുടങ്ങി. ആമ റിവേഴ്സ് മൂടും പറ്റില്ല, സ്ട്രേറ്റ് മൂഡ് തന്നെയാണ്. നമ്മൾ ആമയുടെ പിന്നാലെ പോകുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ നടന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ സഡൻ ബ്രേക്ക് എടുക്കും. ലാസ്റ്റ് ഞങ്ങളൊക്കെ ചവിട്ടും, അവിടെ ചമ്മന്തിയാവും. സൈഡ് മൂഡ് എടുത്ത് കുഴിക്കൊക്കെയാണ് പോണത്. അവിടെ ഒരു കുഴിയുണ്ട്, നമുക്ക് തിരിച്ചുവിടാം. പക്ഷെ നമ്മൾ ഇതിലാണ് ഇടുന്നത്, നമ്മുടെ അടുത്തുള്ളത് ഇതാണ്. അത് കുറച്ചുകൂടി ദൂരത്തേക്ക് പോകണം. പിന്നെ നമുക്ക് ഈ കുളത്തിൽ കുറേ ആമകളുണ്ട്, നമ്മൾ കാണാറുണ്ട്, വലിയ ആമകളെയൊക്കെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും ഇടാൻ പറ്റിയിട്ടില്ല, പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പിടിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ പാവം ആമകളാണ്. ഒരു തവണയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനെ പാവല നമ്മളിങ്ങനെ ഒരു കുഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിൻ്റെ. അത് ഞാൻ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഏതാണ്ട് ഫോണിലാണ്, അത് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ആമക്കുട്ടനെ റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല സൈനുകളുണ്ടാകുന്ന ക്യൂട്ട് ആമയാണ്. ഒക്കെ എല്ലാം ആയിക്കോട്ടെ, ഇറുക്കി പിടിക്കാൻ തന്നെ വിടല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല സങ്കടമുണ്ട്. ഇത്ര ക്യൂട്ട് ആമനെ വിടല്ലേ എന്ന് പറഞ്ഞ് ഇറുക്കി പിടിക്കുമ്പോൾ അതിൻ്റെ എന്തോരം വിഷമം പുറത്തേക്ക് പോകുമ്പോൾ നാളെ എനിക്ക് മനസ്സിലാവും. എന്നാലും വിട്ടല്ലേ പറ്റും. അതേ പിറ്റേ ദിവസം പോലീസൊക്കെ വീട്ടിൽ എൻ്റെ വരും. നമുക്ക് പിന്നെ റിലീസ് ചെയ്യാം അല്ലേ? റിലീസിങ് ആണ്. ആമനങ്ങല്ലാട്ടോ, അമ്മയ്ക്ക് പോകണ്ട, അതിൻ്റെ അടുത്ത് നിന്നാൽ മതി. നമുക്ക് അതൊക്കെ തല പുറത്തേക്കിട്ടു. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുണ്ട്, കുഞ്ഞു മീനുണ്ട്. കുറച്ചും കൂടി ഇറക്കി വയ്ക്കാൻ വെള്ളമാണ് മനസ്സിലാവട്ടെ. അപ്പോൾ വെള്ളമൊന്നും മനസ്സിലാവില്ല, ബോധമില്ല. പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ മുട്ട കാണിച്ചു കഴിഞ്ഞാൽ പോയപ്പോഴാണ് ഞങ്ങൾ പിടിച്ചത്. നമുക്ക് കുറച്ച് ഇറക്കി വെച്ചപ്പോൾ സാമ അവിടെ പരിപാടി തുടങ്ങി, കാലിട്ട് അടിച്ചു തുടങ്ങിട്ടോ. വെള്ളം മനസ്സിലായി. അപ്പം നമുക്ക് വിടാട്ടോ, വേണമെന്നില്ല, ഞങ്ങൾക്ക് വിടാം. കുറച്ചുകൂടി വെള്ളത്തിലാക്കി പോകണം. പറക്കാണോ പിന്നെ കലങ്ങരുത് വെള്ളം. കലക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊറ്റ തീ പോയി. അയ്യോടോ, അതവിടെ ഇരിക്കുകയാണ്. അതോ കുടിച്ചാലോ കൂടി വട്ടാണെന്ന് എനിക്ക് അങ്ങോട്ടൊക്കെ പോകുന്നു. ആമ പറക്കണോ? അപ്പോൾ നമ്മൾ ആമനൊക്കെ റിലീസ് ചെയ്യണ്ട. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ.